ഇന്ന് നമുക്ക് അവലുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചായ കുടിക്കുന്നതിൻ്റെ കൂടെ അതല്ലെങ്കിൽ വെറുതെ കഴിക്കാനൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അവലുണ്ടൻ്റെ റെസിപ്പി കാണാം. ഈ ഒരു അവലുണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൽ തന്നെയാണ് വേണ്ടത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കനം കുറഞ്ഞിട്ടുള്ള മട്ടയവലാണ്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ വെള്ള അവൽ എടുക്കാം കേട്ടോ. കനം കൂടിയ അവലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 3 കപ്പ് അവലെടുത്തിട്ടുണ്ട്. അതായത് ഒരു 150 ഗ്രാം അവലുണ്ട്. ഇത് നമുക്കൊന്ന് പാനിലേക്ക് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിം വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നെയ്യൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 5 മിനിറ്റൊക്കെ വറുത്താൽ മതി. അപ്പോഴേക്കും അവൽ നന്നായിട്ട് മൊരിഞ്ഞ് വരും. നല്ലൊരു അവൽ വറുത്തതിൻ്റെ മണവും വരും. നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതുപോലെ പൊടിക്കുമ്പോൾ നല്ലോണം പൊടിഞ്ഞ് വരും കേട്ടോ. ആ ഒരു പാകം വരെ വറുത്തെടുക്കാം. ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് വേറൊരു പരന്ന പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം. ഇത് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ്. അവൽ നല്ലോണം തണുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരിയില്ലാതെ പൊടിച്ചെടുക്കാം കേട്ടോ. ഒരു 5-6 സെക്കൻഡ് അടിക്കുമ്പോഴേക്കും നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുക. ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി ചേർക്കുന്നുണ്ട്. ഒരു 20 എണ്ണമൊക്കെ ഉണ്ടാകുക. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി അതല്ല നമ്മുടെ അടുത്ത് ജീരക പൊടിയാണുള്ളതെങ്കിൽ, അതായത് നമ്മൾ ജീരകം വറുത്തിട്ട് പൊടിച്ച് വെക്കുമല്ലോ, അതുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്താലും മതി. ഒരുപാട് വേണ്ട, ഒരു നുള്ളു മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും ശർക്കരയൊക്കെയാണ് ചേർക്കാനുള്ളത്. അതുകൊണ്ട് ചേർത്തിട്ട് അടിക്കുമ്പോഴേക്കും കുഴഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഈ ജീരകം ചേർത്തിട്ട് അതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാം. തേങ്ങ 1 കപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരത്തിനുള്ള ശർക്കരയും കൂടെ ചീകിയതാണ് ചേർക്കുന്നത്. അതൊരു 3/4 കപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ശർക്കരയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. അപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഒരു 6 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർക്കാം. അതുപോലെ തന്നെ ശർക്കരയിൽ കല്ലുള്ള ശർക്കരയാണെങ്കിൽ നമുക്കിതൊന്ന് ഉരുക്കിയിട്ട് ശർക്കര പാനി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ജീരകം ചേർത്ത പോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം. ഒരു 5 ഏലക്ക എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തതാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ അടിയുള്ളത് മാത്രം അരഞ്ഞു വരികയുള്ളൂ. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം അടപ്പടച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. മധുരമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കില്ല. അപ്പോൾ ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. മധുരം ആദ്യം തന്നെ മുഴുവനായിട്ട് ചേർക്കണമെന്നില്ല. ആദ്യം കുറച്ച് ശർക്കര ചീകിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അടിച്ചിട്ട് നോക്കുക മധുരം പാകമാണോ എന്ന്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബാക്കിയുള്ളതും കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കിയിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം നമുക്ക് ഉരുട്ടാൻ പാകമായിട്ടുണ്ട്. ആ തേങ്ങേൻ്റെയും ശർക്കരേൻ്റെ ഒക്കെ നനവ് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയ ചെറിയ ഉരുളിയാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഇതിൽ നമ്മൾ തേങ്ങ വെറുതെ അവൽ പൊടിച്ചതിൻ്റെ കൂടത്തിലിട്ടിട്ട് അടിച്ചെടുക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ദിവസമൊന്നും പുറത്ത് വെക്കാൻ പറ്റില്ല കേട്ടോ. 1-2 ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അവൽ വറുത്തതിൻ്റെ കൂടെ വേണമെങ്കിൽ തേങ്ങയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊന്ന് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ദിവസം കേടാകാതെ ഇരിക്കുക. നമ്മൾ 3 കപ്പ് അവലെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു 12 അവലുണ്ട ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അരി വറുത്ത് പൊടിച്ചിട്ട് അരിയുണ്ട ഉണ്ടാക്കുമല്ലോ, ആ ഒരു അരിയുണ്ടേൻ്റെ ഏകദേശം ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവലുണ്ടെങ്കിൽ ഇതുപോലെ അവലുണ്ടയും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടാക്കി കൊടുത്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ എഴുതണേ. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒന്ന് മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.